ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അവിടെയും കാര്യങ്ങൾ കൈവിടുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. ഹിമാചലിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഇനി അവിടെ വരാൻ ഇരിക്കുന്ന സാധ്യതകൾ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഹിമാചൽ നിയമസഭയിൽ ആകെയുള്ളത് 68 സീറ്റുകൾ. ഈ 68 സീറ്റുകളിലേക്ക് 2022 തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉള്ള സാഹചര്യം ആദ്യം പരിശോധിച്ചതിന് ശേഷം നിലവിലെ സാഹചര്യത്തിലേക്ക് വരാം. അവിടെ 2022 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മെജോറിറ്റി കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. 40 സീറ്റ്, 68-ൽ 35 കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായുള്ളത്. അതിൽ 40 സീറ്റ് കോൺഗ്രസ് വ്യക്തമായ മേധാവിത്വത്തോടെ അവിടെ നേടുകയുണ്ടായി. ഒപ്പം 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ 3 സ്വതന്ത്ര MLA-മാരെയും കൂടെ ചേർത്ത് 43 പേരുടെ കൃത്യമായ ഭൂരിപക്ഷത്തോടെയാണ് 2022 സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റത്. അവിടെ BJP സംബന്ധിച്ച് 25 സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമായിരുന്നു 2022 ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 2024 എത്തിയപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ വീണ്ടും തകിടം മറിയുന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യഘട്ടത്തിൽ ഒരു കോൺഗ്രസിന് പോലും ഒരു പിടുത്തം കിട്ടാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ആദ്യഘട്ടത്തിലെ ചലനങ്ങൾ ഉണ്ടായത്. 6 MLA-മാരാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ, രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാറി വോട്ട് ചെയ്തത്. കോൺഗ്രസിന്റെ 6 MLA-മാർ ക്രോസ് വോട്ട് ചെയ്തതോടെ തന്നെ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്കാണ് പോയത്. അതായത് 40-ൽ 6 പേർ പോയതോടെ 34 പേരുടെ ഭൂരിപക്ഷം മാത്രമാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 സ്വതന്ത്ര MLA-മാരും BJP-ക്കൊപ്പം അല്ലെങ്കിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. BJP ക്യാമ്പിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതോടെ തന്നെ കോൺഗ്രസ് സർക്കാരിന്റെ, സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന്റെ ഭൂരിപക്ഷം 34 എന്ന സംഖ്യയിലേക്ക് ഒതുങ്ങുകയാണ് ഉണ്ടായത്. 35 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 34 എന്ന സംഖ്യയിലേക്ക് ഭൂരിപക്ഷം ഇന്നലെയോടെ ഒതുങ്ങുന്നു. ഇനി അവിടെ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വന്നാൽ, നിലവിൽ 34 അംഗങ്ങളുടെ പിന്തുണയാണ് കോൺഗ്രസിന് എങ്കിൽ മറുപക്ഷത്ത് BJP-ക്ക് കോൺഗ്രസിൽ നിന്ന് വന്ന 6 MLA-മാരും ഒപ്പം 3 സ്വതന്ത്ര MLA-മാരും കൂടെ ചേർത്താലും 34 ഉള്ളൂ. സ്വാഭാവികമായി വലിയ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പക്ഷേ വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ, അല്ലെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതായിരിക്കും ഇനി പ്രധാനം. കോൺഗ്രസിന് 34 പേരുടെ പിന്തുണ നിലവിലുണ്ട് എന്ന് പറയുമ്പോഴും കാര്യങ്ങൾ ഒരു വ്യക്തതയിലേക്ക് പോകുന്നില്ല. ഒരു പക്ഷേ ഈ കൂറുമാറിയ 6 MLA-മാരും തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമോ, അല്ലെങ്കിൽ ഈ 6 പേരിൽ ഒരു 3 പേരെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള സൂചനകൾ വരുന്നു. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം ഉറപ്പിച്ച് ഭരണം നിലനിർത്താനാവും. അല്ലെങ്കിൽ ഈ 6 പേരും മറുചേരിയിൽ തന്നെ നിന്നാൽ കോൺഗ്രസിന് കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. ഇനി BJP സംബന്ധിച്ചിടത്തോളം അവിശ്വാസം കൊണ്ടുവന്ന് സർക്കാരിനെ പുറത്താക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഒരുപക്ഷെ ഈ 6 MLA-മാരും തങ്ങൾക്കൊപ്പം നിർത്തി ഒരുപക്ഷെ ഇനിയും കോൺഗ്രസ് ചേരിയിൽ നിന്ന് ഈ 34-ൽ നിന്ന് ഇനിയും MLA-മാരെ അടർത്തി BJP പക്ഷത്തേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടത്തിലാവും. ആ തരത്തിലേക്ക് സാഹചര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നിലവിൽ അവിടെ നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം ഈ 6 MLA-മാരെയും, കൂറുമാറിയ 6 MLA-മാരെയും അയോഗ്യരാക്കിക്കൊണ്ട് അവിശ്വാസ പ്രമേയത്തിൽ വോട്ടെടുപ്പിലേക്ക് പോയാൽ കോൺഗ്രസിന് കാര്യങ്ങൾ സേഫ് ആവും. അങ്ങനെയുള്ള ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഹിമാചൽ കലുഷിതമായി തന്നെ കലങ്ങി മറിയുകയാണ്.